അല്പസമയത്ത് വചന ചിന്തയ്ക്കായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഏറ്റുകൊടുക്കാം. ലെറ്റ്സ് ഓപ്പൺ our hearts for the word of God. അതിനായിട്ട് നമുക്ക് ഇന്നത്തെ വചന ചിന്തയ്ക്കായിട്ട് നമുക്ക് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കാം. ഹബക്കൂക്ക് chapter 2 and from verse 4. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവിൽ നിന്നുകൊണ്ട് അവൻ എന്നോട് എന്ത് അരുളി ചെയ്യും എന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് എന്ത് ഉത്തരം പറയേണ്ടതെന്ന് കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. യഹോവ എന്നോട് ഉത്തരം അരുളിയത് ദർശനം എഴുതുക, ഓടിച്ചു വായിക്കുവാൻ തക്കവണ്ണം അത് പലകയിൽ വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി നിങ്ങൾ കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ അവൻ ജീവിച്ചിരിക്കുന്നു. എന്റെ 2-ാം അധ്യായം 4-ാം വാക്യം. Second chapter from Habakkuk 2 and verse. I will stand my watch and set myself on the rampart and watch to see what he will say to me, and I'll answer when I am corrected. Write the vision, make it on tablets. He may run who reads it, for the vision is yet for an appointed time, but in the end it will speak and it will not lie. Though it tarries, wait for it, because it surely come, it will not tarry. Behold the proud, his soul is not upright in him, but the just shall live by faith. കേൾപ്പിച്ച വചനത്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. Thank God for the word that we heard. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിന്റെ ഈ വചനം നമുക്ക് സുപരിചിതമായ ഒരു വേദവാക്യമാണ്. This verse from Habakkuk is familiar to all of us. ഹബക്കൂക്ക് ഒരു വളരെ വൈഷമ്യമേറിയ ഒരു തലത്തിൽ അല്ലെങ്കിൽ വളരെ പ്രതികൂലമായിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. Habakkuk was writing this when he was in a time of adversity. അവിടെ അപ്പോൾ അദ്ദേഹം ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. I believe that he was praying for certain things. അവിടെ അതുകൊണ്ടാണ് പറയുന്ന ആവലാതി സംബന്ധിച്ച് ദൈവം എന്ത് ഉത്തരം പറയേണ്ടു എന്ന് കാണേണ്ടതിനാണ്. That is why he's saying, I will stand my watch and set myself on the rampart and watch to see what he will say to me and what I will answer when I'm correct. ഞാൻ ദൃഷ്ടി വെക്കും. ഞാൻ അപ്പോൾ കാത്തിരിക്കുകയാണ് ഒരു ചില വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഹബക്കൂക്ക് പ്രവാചകൻ. I believe that he's waiting on God for the answers to his prayers. അപ്പോൾ അദ്ദേഹം ദൃഷ്ടി വെച്ച് വളരെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. I believe Habakkuk is praying very fervently. നമ്മൾ ശ്രദ്ധയോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, if we are praying fervently before God, നമ്മുടെ എന്ത് വിഷയമാണെങ്കിലും അതിന്റെ മേൽ ദൈവം ഈ ദിവസം ഉത്തരം തരും. Whatever our need is, whatever our request is, God will surely answer us. അപ്പോൾ അദ്ദേഹം അതിന്റെ ദൈവത്തിന്റെ ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. He's waiting for the answer from God. എന്നാൽ അവിടെ 2-ാം വാക്യം പറയുന്നത് യഹോവ എന്നോട് ഉത്തരം അരുളി. In the second verse it is saying, then the Lord answered me and said. അപ്പോൾ ദൈവം അദ്ദേഹത്തിന് ഒരു ഉത്തരം കൊടുത്തു. So God answered him and spoke to him. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അതിന് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്. So whatever we are praying about, God will surely answer us. അവിടെ പറഞ്ഞു ദർശനം എഴുതുക. It says, write the vision. അത് ഓടിച്ചു വായിക്കാൻ തക്കവണ്ണം പലകയിൽ തെളിവായി വരയ്ക്കണം. And make it plain on tablets that he may run who reads it. അപ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിന്റെ മേൽ ദൈവം ഈ ദിവസങ്ങളിൽ ദൈവം ഉത്തരം തരും. So the child of God who's praying to God, God will surely answer you. അവിടെ ദർശനം എന്നാണ് എഴുതിയിരിക്കുന്നത്. It is said vision. അപ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം കൊടുക്കുന്നതാണ് ദർശനം. So the children of God who sit in his presence, God gives them a vision. അത് ആ ഒരു ദർശനം ദൈവം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് ഇന്ന് പലരും പ്രതികൂലത്തിനാണ്, അല്ലാത്തവരും ഉണ്ട്. എങ്കിലും ഒരുപാട് ജനം ഇന്ന് വളരെ ആകുലപ്പെട്ട് കഴിയുന്ന ഒരു കാലഘട്ടമാണല്ലോ. This is a time when we are all in a time of adversity. അടുത്ത ദിവസം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പോലും ചിന്തിക്കുന്നവരുണ്ട്. There are people who are worried about how we will go forward. ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ അങ്ങനെ വളരെ ബുദ്ധിമുട്ടേറിയ ചില നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന തലങ്ങളിൽ, so when he was going through a bad difficult time, ദൈവ ശബ്ദത്തിന് വേണ്ടി നിങ്ങൾ കാതോർക്കുന്നുണ്ടെങ്കിൽ, if anyone is waiting to hear the voice of God, ഏതെങ്കിലും വിഷയത്തിന്റെ മേൽ ഒരു ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ, if we are waiting for an answer from God, ഇന്നും ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. even today God will still speak to us. ദൈവത്തിന് നമ്മളെ പറ്റി ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ മക്കളെ പറ്റിയും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ പറ്റിയും ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe God has a plan for each person who's hearing me and also for my own life. ഇന്ന് പലരും ജ്യോതിഷന്മാർക്കും പ്രവാചകന്മാർക്കും
അനേകരുടെ അടുക്കിലേക്ക് പലരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. Many people go to fortune tellers and to prophets to hear from God. പക്ഷേ ഏറ്റവും നല്ല സ്ഥലം നമുക്ക് പോകാൻ കഴിയുന്നത് ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ്. The best place we can run to is the presence of God. അപ്പോൾ ദൈവത്തിന് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ഒരു 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 വിഷൻ അല്ലെങ്കിൽ ദൈവവുമായിട്ട് അടുക്കുവാൻ, ആ ദൈവശബ്ദം ഈ ദിവസങ്ങൾ കേൾക്കുവാനാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് മേൽ പല പ്രതികൂലങ്ങളുടെ അവസ്ഥകൾ കടന്നു വരുന്നത്. So the reason why many problems come or trials come into our life is because God wants us to hear His voice. കേവലം ഇന്ന് പലപ്പോഴും നമുക്ക് പലതും കടന്നു പോകാൻ സാധിക്കാതിരിക്കുമ്പോൾ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നതാണ്. When we are not able to leave our houses, the best thing we can do is go on our knees and pray to God. അപ്പോൾ ദൈവത്തിന് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിന് ഇടപെടുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe God wants to speak to everyone who's hearing me today. അത് മാത്രമല്ല, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. And those who want to hear His voice, God will surely speak to you. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകൾക്ക് മാറ്റം വരണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവം നമ്മളോട് എപ്പോഴും സംസാരിക്കുന്നത് ഒരു ദർശനത്തിലൂടെ ആയിരിക്കും. God always speaks to us through visions. അപ്പോൾ ഈ ദൈവവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ പല സ്ഥലങ്ങളിലും നമുക്കറിയാം പലപ്പോഴും ഇരുണ്ട കാലഘട്ടങ്ങൾ ദൈവവചനത്തിൽ പലയിടത്തും കാണുവാൻ സാധിക്കുന്നുണ്ട്. When we go through the word of God, we see many dark times. അപ്പോൾ ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നതും ഒരു ഇരുണ്ട അവസ്ഥയിൽ കൂടിയാണ്. Even today we are going through a dark period. അപ്പോൾ ഈ ഇസ്രായേൽ ജനം ഏകദേശം 430 വർഷത്തോളം ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ കൂടി കടന്നു പോകാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. The children of Israel were in a dark period for almost 430 years. അതിന്റെ അന്ത്യത്തിൽ ദൈവം മോശയോട് ഇടപെട്ടു. At the end of those years, God spoke through Moses. അപ്പോൾ ദൈവത്തിന്റെ ഒരു സമയമാകുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. So at the right time, God will surely speak to us. അതിനുശേഷം നമുക്കറിയാം ശമൂവേൽ പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ അന്ന് 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 1-ാം വാക്യം പറയുന്നു. In 1 Samuel 1, chapter 3 and verse 1, it says, ദൈവവചനം വായിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്നവർക്കറിയാം, ശമൂവേലിന്റെ ബാലന്റെ സമയത്ത് യഹോവയുടെ വചനം ഏറെ ഇല്ലായിരുന്നു. It says that the word of the Lord was rare in the days of Samuel. അത് മാത്രമല്ല, ദൈവത്തിന്റെ മറ്റൊരു വാക്യോടെ പറയുന്നുണ്ട്, ദർശനം ഏറെ ഇല്ലായിരുന്നു. And there was no widespread revelation. മറ്റൊരു ഭാഗത്ത് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്, ദർശനമില്ലാത്തടത്ത് ജനം മര്യാദ കെട്ട് നടക്കുന്നു. In other words, it says where there is no revelation, the people cast off restraint. അപ്പോൾ ഇന്ന് പല ദൈവസഭകളിലും പല സ്ഥലങ്ങളിലും മര്യാദകൾ നടക്കുന്നുണ്ടെങ്കിൽ ദർശനത്തിന്റെ കുറവാണ്. The reason why many children of God are casting off restraint is because they have not got the revelation. അപ്പോൾ ഇന്ന് നമുക്ക് രണ്ടും ആവശ്യമുണ്ട്. So we need both. We need the word of God and we need revelation. അപ്പോൾ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആ ദർശനവും വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. We need to get the word of God and revelation from God. അതല്ലെങ്കിൽ മലാക്കി പ്രവാചകന്റെ പുസ്തകം കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ വചനം മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ, from the time of Malachi till the time of Matthew, ആമേൻ, ഏകദേശം ഇരുണ്ട കാലഘട്ടം എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. it was called a dark period. അവിടെ ചിലർ പറയുന്നുണ്ട്, അവിടെ വചനം അന്ന് ആർക്കും ലഭിക്കാത്തൊരു കാലഘട്ടമായിരുന്നു. It was a time when no one got the word from God. അതിന്റെ മധ്യയാണ് മരുഭൂമിയിൽ ഒരു യോഹന്നാൻ ദൈവം വെളിപ്പെടുത്തിയത്. It is at that time that John the Baptist was revealed in the ഒരു wilderness. ശമൂവേലിലൂടെ ദൈവം വചനത്തെ ഭൂമിയിലേക്ക് അയച്ചു. And it is through Samuel God spoke to the world. ഒരു യോഹന്നാനിലൂടെ ദൈവമക്കളോട് ഇടപെടുവാൻ തുടങ്ങി. And through John the Baptist God spoke to the people. അപ്പോൾ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ചിന്തിക്കുന്ന ഒരു പക്ഷേ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, If anyone who's hearing me might be thinking, does God really want to speak to me? അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, If there is anyone like that, ഇന്നും ദൈവം നമ്മളോട് സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. God still wants to speak to you today. എന്നാൽ ദൈവസന്നിധിയിലേക്ക് ഈ ദിവസം അടുത്ത് വരുവാൻ, But we have to draw near to God. ആ ദൈവിക പദ്ധതികൾ ഈ ദിവസങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. God will surely reveal His plan upon our ദൈവം lives. ഈ ലോകം തുടങ്ങിയ സമയം മുതൽ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ പ്രവാചകന്മാരിലൂടെയാണ്. From the time that this world began, God was speaking to us through His prophets. ഇന്ന് പഴയ നിയമ കാലഘട്ടങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് പ്രവാചകന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. When we look in the Old Testament, we see many prophets. അവർ വളരെ ശക്തന്മാരായ പ്രവാചകന്മാരാണ്. They were mighty, powerful prophets. അവിടെ യെശയ്യാവ് തുടങ്ങി യെരമ്യാവ് തുടങ്ങി എബ്രഹാമിനെ നോക്കുമ്പോൾ പോലും എബ്രഹാം പോലും ഒരു പ്രവാചകനായി ദൈവം
പറയുന്നുണ്ട്. Isaiah, Jeremiah, and even Abraham was a great prophet. ആമേൻ. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം ശക്തമായി ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവചനങ്ങൾ, ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ എന്താണെന്ന് വിളിച്ചു പറയുവാൻ കഴിയുന്ന ചില പ്രവാചകന്മാരെയാണ്. Today God wants prophets who have to hear from God and speak the heart of God. ഇന്ന് നമ്മൾ പലരും പ്രവചിക്കുന്നത് കേൾക്കാറുണ്ട്. Today we hear many prophecies. പക്ഷേ അതിനത്ര പല പ്രവചനങ്ങളും ഇന്ന് അത് നിഷ്ഫലമായിക്കൊണ്ടിരിക്കുകയാണ്. But many prophecies are becoming unfruitful. ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളും ഒരു നല്ല ദൈവശക്തനായ പ്രവാചകന്മാരുണ്ടായിരുന്നു, ഒരുപക്ഷെ പല കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe that there were really mighty prophets. God would have revealed certain പക്ഷേ things. ഈ ദിവസങ്ങളിൽ ദൈവം ചില ശക്തന്മാരെ എഴുന്നേൽപ്പിക്കും. I believe that God will raise up mighty prophets. ഒരു പ്രവാചകൻ എപ്പോഴും അല്ലെങ്കിൽ പ്രവചന ശബ്ദം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ എന്താണെന്ന് വെളിപ്പെടുത്തുന്നവനാണ് പ്രവചിക്കുന്ന വ്യക്തി ജീവിതം. Person who prophesies is the one who reveals the heart of God. അപ്പോൾ ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ചില പ്രവാചകന്മാരോടെ ആയിരിക്കാം ചിലപ്പോൾ. God might speak to us through prophets. അപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തെ അന്വേഷിച്ച് കണ്ടെത്തി ആ ദൈവത്തിന്റെ ഹൃദയത്തിൽ എന്താണെന്ന് വ്യക്തമായി നമ്മളോട് സംസാരിക്കുവാൻ, നമുക്ക് കേൾക്കുവാൻ താല്പര്യമുള്ളവരോട് ദൈവം ഈ ദിവസങ്ങൾ സംസാരിക്കും. So if you really want to hear the voice of God, God will surely speak to you. നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ വചനം, The Bible we have in our hands, ഇതൊരു പ്രവചന പുസ്തകമാണ്. this is a book of prophecies. ഇതിനകത്ത് മുഴുവൻ പ്രവചനങ്ങളാണ്. It is full of prophecies. മറ്റൊരു പ്രവാചകൻ അടുത്ത് പോയില്ലെങ്കിലും ഈ പുസ്തകത്തിനകത്തുള്ള പ്രവചനങ്ങൾ ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തെ വിടുവിക്കുന്നതാണ്. Even if we don't go to any prophet, this word is full of prophecies to be fulfilled in our life. ഒരു പുരോഹിതൻ തന്റെ ജനത്തിന് വേണ്ടി ദൈവത്തോട് സംസാരിക്കുമ്പോൾ, When a priest prays for his people before God, ഒരു പ്രവാചകൻ ദൈവത്തിന് വേണ്ടി ജനത്തോട് സംസാരിക്കുന്നു. a prophet speaks to the people on behalf of God. ഇന്ന് ദൈവവചനത്തിൽ In the word of God, ഒരുപാട് പ്രവചനങ്ങളുണ്ട്. there are many prophecies. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിനെ പറ്റി തന്നെ ഒരുപാട് പ്രവചനങ്ങളുണ്ടല്ലോ. We know about the coming of the Lord itself. There are so many prophecies. ഞാനത് ഇതിനെപ്പറ്റി ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഇതിൽ നിന്ന് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. I just want to speak a few things on that. ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ചില സംഭവവികാസങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നത്. I like to say this because of certain things that are happening. അപ്പോൾ പ്രവചനം എപ്പോഴും വരാൻ പോകുന്ന കാര്യത്തെയാണ് എപ്പോഴും കാണിക്കുന്നത്. Prophecies always tell us about the things that are going to come. ആമേൻ. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഒരിക്കലും പ്രവചനമല്ല. What the things that are already past cannot be a prophecy. 2 പത്രോസിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 19 തൊട്ട് 21 വരെ വായിച്ചാൽ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ പ്രവചനം എന്താണെന്നും ദൈവം എങ്ങനെയാണ് തന്റെ ജനത്തോട് സംസാരിക്കുന്നതെന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. When we read 2 Peter 1 from 19 to 21, we know what the prophetic word is. അവിടെ ഇങ്ങനെ പറയുന്നു, പ്രവാചക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. And so we have the prophetic word confirmed. ആമേൻ. അപ്പോൾ പ്രവചന വാക്യം നമുക്ക് ദൈവവചനത്തിനകത്തുണ്ട്. So we have the prophetic word. നേരം വെളുക്കുകയും that which you do well, be as a light that shines in the നിങ്ങളുടെ dark. ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം Until the day dawns and the morning star rises in your hearts. ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന It is a light that shines in a dark place. വിളക്ക് പോലെ അങ്ങ് കരുതിക്കൊണ്ടാൽ മതി. It is a light that shines in a dark place. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതിരിക്കുമ്പോൾ, So when we are not able to go forward, നമ്മുടെ എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടു പോകുമ്പോൾ, when all our hope is lost, ഇനിയിപ്പോൾ നാളെ എന്തായി തീരുമെന്ന് ചിന്തിക്കുമ്പോൾ, when you might be worried what is going to happen tomorrow, ദൈവം എന്നെപ്പറ്റി കരുതുന്നോ, ദൈവത്തിന് എന്നെപ്പറ്റി വിചാരമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, you might be doubting, does really God care about me? എന്റെ ജീവിതത്തെ പറ്റി ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കുമ്പോൾ, You might be asking, does God really have a purpose for my life? അവിടെ വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ ശബ്ദം. He comes and comforts there. ആമേൻ. അപ്പോൾ പലരും പറയും ദൈവത്തിന്റെ പ്രവചനം നമ്മളെ കറക്റ്റ് ചെയ്യുന്നതാണെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷേ ദൈവവചനത്തിലേക്ക് നോക്കിയാൽ അതിന്റെ ഒരു മെജോറിറ്റി അല്ലെങ്കിൽ മിക്ക ഭാഗത്തും ദൈവം തന്നെ ജനത്തെ ആശ്വസിപ്പിക്കുവാനും നിങ്ങളുടെ ഭാവിയെപ്പറ്റി ദൈവം കരുതുന്നുണ്ടെങ്കിലും ഉണ്ടെന്നും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഉണ്ടെന്നും നിങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവമാണെന്നും നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണെന്നും ആമേൻ. ആ ദൈവം ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പദ്ധതി ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടുത്തുമെന്നും ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഭാവിയെ പറ്റി ഒരു പ്രത്യാശ കൊടുക്കുന്ന ദൈവസന്നിധിയിലേക്ക് അവരെ മടക്കി വരുത്തുന്നതാണ് ദൈവിക പ്രവചനങ്ങൾ. Prophecies are to bring the people back to God,
to comfort them, to strengthen them. അവൻ ഒരു വഴി അറിയാതിരിക്കുമ്പോൾ ഇവിടെ നടത്തുന്നതാണ് ദൈവത്തിന്റെ പ്രവചനം. The prophecy is to make us go in the right path when we don't know the way forward. അപ്പോൾ നമുക്ക് ഇന്ന് പലരും പ്രവചിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. I've heard many people prophesying. പക്ഷേ അതിൽ പല പ്രവചനങ്ങളും ഇന്ന് നടക്കുന്നില്ല. But many prophecies are not coming to pass. അത് പറയുന്ന ആളുടെ മറ്റൊന്നുമല്ല, നമുക്ക് പലപ്പോഴും ദൈവത്തിന്റെ ഹൃദയത്തിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാകാതെ നമ്മുടെ ബുദ്ധിയിലൂടെയോ നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലൂടെയോ നമ്മൾ പലതും പറയുന്നതുകൊണ്ടാണ് പലപ്പോഴും അത് ഒരു പ്രവചനമല്ലാതായി തീരുന്നത്. It is because they don't speak from the heart of God, they speak from their own intellect. That is why things are not coming to pass. അതുകൊണ്ട് വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, That is why Peter says, തിരുവെഴുത്തിലെ ഒരു പ്രവചനവും സ്വയമായ വ്യാഖ്യാനത്തിൽ നിന്നും ഉളവാകുന്നതല്ല. That is why Peter says that no prophecy ever came by the will of man. ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. That is the first thing we should know. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താലല്ല. Prophecy never came by the will of man. അത് ദൈവ കൽപ്പനയാൽ, but holy men of God, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ ആവസിച്ച് അവനിലൂടെ ദൈവം സംസാരിക്കുന്നതാണ് ദൈവിക പ്രവചനങ്ങൾ. But holy men of God spoke as if moved by the Holy Spirit. ഒരു പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട്, it is according to the guidance of the Holy Spirit. ദൈവത്തിന്റെ ഹൃദയം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, according to know what is in the heart of God. അല്ല ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഞാൻ തകർന്ന അല്ലെങ്കിൽ മുറിവേറ്റവരുണ്ടെങ്കിൽ അവരെ സൗഖ്യമാക്കുവാൻ, പ്രത്യാശ നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് ആശ്വാസം പകരുവാൻ, അല്ലെങ്കിൽ നമ്മൾ വഴി അറിയാതിരിക്കുമ്പോൾ, വഴിതെറ്റി പോകുമ്പോൾ അവരോട് വഴി പറഞ്ഞു കൊടുക്കുവാൻ ദൈവം ചില വ്യക്തികളിലൂടെയോ ദൈവത്തിന്റെ വചനത്തിലൂടെയോ സംസാരിക്കുന്നതാണ് പ്രവചനം. Prophecy is when a person doesn't know the way forward or he doesn't know the clear direction of his life. A person speaks from the mouth of God. That is a true prophecy. അതിനാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് സംസാരിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. So God wants to speak to his children who are hearing me. അപ്പോൾ ദൈവം ഇന്ന് ഒരുപക്ഷെ ദേശങ്ങളോട് പ്രവചിക്കുവാൻ വേണ്ടി എല്ലാവരെയും ദൈവം വിളിക്കുന്നില്ല. God might not call everyone to preach to the nations. പക്ഷേ ദൈവവസങ്ങളിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങൾ, നമ്മുടെ വിഷയങ്ങൾ, അതിനെപ്പറ്റിയുള്ള ഭാവിയെ പറ്റിയുള്ള ആകുലതകൾ, വ്യാകുലതകളുടെ മേൽ ദൈവത്തിന് സംസാരിക്കാൻ കഴിയുന്ന വ്യക്തികളുണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. So if anyone God wants to speak to about our future, God himself will speak to us. Amen. അപ്പോൾ എബ്രഹാമിനോട് ദൈവം പലവട്ടം സംസാരിച്ചു. God spoke to Abraham many times. ഇന്ന് ദൈവസഭയിൽ കടന്നു വരുന്ന ഒരുപാട് ദൈവമക്കൾ, many children of God who are coming to the church, പ്രവചനം കേൾക്കുവാൻ വേണ്ടി ഓടി നടക്കുന്നവരുണ്ട്. they go about wanting to hear prophecies. എത്ര പ്രവചനം കേട്ടാലും മതിയാകാത്തവരുണ്ട്. They hear a lot of prophecies but they are never satisfied. ദൈവം നിങ്ങളോട് ഇടപെടുവാൻ ആഗ്രഹിച്ചാൽ, but if God wants to speak to you, ദൈവം നമ്മളോട് സംസാരിച്ചിരിക്കും. God will surely speak to ഈ you. ദിവസങ്ങൾ കാത്തിരിക്കാൻ നമ്മൾ തയ്യാറാകുക. But we should wait for him. അവിടെ നമുക്കറിയാം എബ്രഹാം പിതാവ്, അല്ലെങ്കിൽ വിശ്വാസികളുടെ പിതാവായിട്ടാണ് എബ്രഹാമിനെ നമ്മൾ കാണുന്നത്. We know that Abraham was the father of faith. എന്നാൽ പല വട്ടങ്ങളിൽ എബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു. Many times God gave promise to Abraham. എപ്പോഴൊക്കെ ദൈവം ഒരു പ്രവചന ശബ്ദവുമായി ദൈവം എബ്രഹാമിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നുവോ, whenever God spoke to Abraham through a prophecy, എബ്രഹാമിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ദൈവം ഇടപെടും എബ്രഹാമിനോട്. whenever Abraham started losing hope, God would always speak to him. ഈ ദിവസങ്ങളിൽ ഒരു വെളിപ്പാടായി ഇതിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില ദൈവമക്കളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഇടപെടുവാൻ പദ്ധതിയുണ്ടെന്ന് ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ. Let me tell you that anyone who has lost hope, God wants to speak to you. ആമേൻ. നിങ്ങൾ നമ്മുടെ ഭാവിയെ പറ്റി, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മേൽ ദൈവിക പദ്ധതികളെ ഈ ദിവസങ്ങളിൽ നമ്മളിലൂടെ തന്നെ ദൈവത്തിന് വെളിപ്പെടുത്തുവാൻ ആണ് ദൈവം ഈ പുതിയ നിയമത്തിൽ ആഗ്രഹിക്കുന്നത്. God wants to reveal his plan upon our life. ഹല്ലേലൂയ. അപ്പോൾ ഒരു എബ്രഹാമിനെ പലവട്ടം ദൈവം കടന്നത്, എബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്, നിന്റെ അവകാശത്തിന്റെ പ്രതിഫലം ഞാനാണ് എന്ന് പലവട്ടം എബ്രഹാമിന്റെ അടുക്കൽ ദൈവം കടന്നുവെന്ന് പറയുന്നു, കടന്നുവെന്ന് പറയുവാനിടയായി. Many times God told Abraham, do not be afraid, I am your shield, I am your great reward. എബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കിയപ്പോൾ, when God called Abraham out, ഈ എബ്രഹാം നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ടേറിയ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാകുമെന്ന് ദൈവം പറഞ്ഞില്ല. God did not clearly reveal to Abraham the problems that he will have to face. എന്നാൽ എവിടെയെല്ലാം ബുദ്ധിമുട്ടേറിയ വൈഷമ്യമേറിയ തലങ്ങളിലൂടെ എബ്രഹാം കടന്നുപോയോ,
But whatever problems he had to go through, അവിടെ എല്ലാം ദൈവം ആ കൊടുക്കേണ്ട ആശ്വാസം ദൈവം കൊടുത്തുകൊണ്ട് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിന്റെ വരാൻ പോകുന്ന 4-ാം തലമുറ ഈ ദേശത്ത് വീണ്ടും മടങ്ങി വരും, വാഗ്ദത്ത ദേശത്തേക്ക് മടങ്ങി വരുമെന്നൊരു പ്രവചന ദൂത് അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു. whenever he was losing hope, God always strengthened him and told him that his 4th generation will come back to this land. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ തലമുറയുടെ വിഷയത്തിന്റെ മേൽ, നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ടെന്ന്, ദൈവത്തിന് നന്മയ്ക്ക് ഒരു പദ്ധതിയുണ്ടെന്ന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനപ്രകാരം മുന്നോട്ട് പോകുന്ന ദൈവമക്കളുടെ ജീവിതത്തിന്റെ മേൽ ദൈവം ഈ പ്രവർത്തിക്കുവാനുള്ള ചില വഴികൾ ദൈവം ഈ ദിവസങ്ങൾ തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe those who are hearing me, in your life and in your children's life, God has a purpose and God will surely bring it to pass. ആമേൻ. അപ്പോൾ ദൈവം അബ്രഹാം ക്ഷാമം വന്നൊരു കാലഘട്ടം അബ്രഹാമിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. There was a time of famine in Abraham's life. അബ്രഹാം അബീമേലെക്കിന്റെ അടുക്കലേക്ക് ദേശത്തേക്ക് കടന്നുപോയി. And he went into the land where Abimelech ruled. അവിടെ നമുക്കറിയാം അബ്രഹാമിനെ സാറായെ അദ്ദേഹം പിടിച്ചുകൊണ്ട് പോയി, അവിടുന്ന് രാജാവ്. And that king took hold of Sarah. അപ്പോൾ അബ്രഹാമിനോട് ദൈവം, അവിടെ അബീമേലെക്കിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. There is one thing that God is telling Abimelech. അബ്രഹാം ഒരു പ്രവാചകനാണ്. Abraham is a prophet. ആമേൻ. അവൻ നീ ജീവനോടെ ഇരിക്കേണ്ടതിനാണ്. If you want to live, അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. let him pray for you. Abraham pray for you. അപ്പോൾ അവിടെ ഒരു നമ്മളെ ദൈവിക അഭിഷേകത്തെ പകർന്നിട്ടുണ്ടെങ്കിൽ God has given us his anointing. ആമേൻ. ദൈവത്തിന്റെ വചനം 105 സങ്കീർത്തനത്തിൽ പറയുന്നു. In Psalm 105, the word of God says, ഒരു ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോയപ്പോൾ when they went from one country to രാജാക്കന്മാരും another, പ്രഭുക്കന്മാരും ദൈവം കൽപ്പിച്ചു, he rebuked kings and those in authority. എന്റെ അഭിഷേകന്മാരെ തൊട്ടുപോകുന്നു, Do not touch my എന്റെ prophets, പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്തെന്ന് ദൈവം പറഞ്ഞു. and do my anointed ones no harm. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, If God has called us, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, if God has a plan and purpose for our life, ആമേൻ, ക്ഷാമം വന്നാലും എന്ത് വന്നാലും അതിന്റെ മധ്യേ നമ്മളെ ഓരോരുത്തരെയും ദൈവം കരുതും. even if there is famine or any problem, God will surely take care of us. അബ്രഹാമിന്റെ ജീവിതത്തില്, In the life of Abraham, ആമേൻ, ദൈവം അബ്രഹാമിന് വ്യക്തമായി മുന്നോട്ട് പോകേണ്ട വഴികളെ അതിന്റെ തത്സമയങ്ങൾ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. God revealed to Abraham the way that he had to go. അങ്ങനെയാണ് എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ട് നമ്മളെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവമല്ല. God does not reveal everything that is going to happen when he calls us to this faith. അതാത് സമയത്ത് വേണ്ടുന്നതിനെ ദൈവം നമ്മളോട് സംസാരിക്കും. He will only speak to us then and there. ശമൂവേലിന്റെ പുസ്തകം 9-ാം വാക്യത്തിൽ 1 Samuel 9 and verse 9. ഈ ശമൂവേലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, It is said about Samuel. അവിടെ നമുക്കറിയാം ശമൂവേലിനെ കാണുവാൻ വേണ്ടി ഒരു ശൗല് കടന്നു പോകുന്നുണ്ട്. We know that Saul is going in search of Samuel. അവിടെ 9:9 പറയുന്നു, ഇസ്രായേൽ ദൈവത്തോട് ചോദിപ്പാൻ പോകുമ്പോൾ, when they went to inquire of God, അവിടെ പറയുന്നത് നമുക്ക് ദർശകന്റെ അടുക്കിലേക്ക് പോകാം. come let us go to the seer. ആമേൻ. അവിടെ ഇംഗ്ലീഷ് സിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അവിടെ ഈ മലയാളത്തിൽ പറഞ്ഞ ദർശകൻ. Seer. അപ്പോൾ ഇന്ന് അവിടെ താഴെ പറയുന്നുണ്ട്, ഇപ്പോൾ അന്ന് ദർശകൻ എന്ന് ഇന്ന് പ്രവാചകൻ എന്ന് പറയുന്നു. It is said there, for he who is now called a prophet was formerly called a seer. ആമേൻ. അപ്പോൾ ഒരു ദർശകൻ A seer, രണ്ട് കാര്യം ചെയ്യാൻ സാധിക്കും. he can do two things. അദ്ദേഹത്തിന് വരാനിരിക്കുന്ന കാര്യം കാണാം, He can see what is going to happen, വെളിപ്പെടാതെ കിടക്കുന്ന ചില കാര്യങ്ങളും വെളിപ്പെടും. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാല സംഭവങ്ങളും അദ്ദേഹത്തിന് വെളിപ്പെടും. and the things that have happened before, that will also be revealed to him. അല്ലെങ്കിൽ പഴയ കാലഘട്ടങ്ങളിൽ ദൈവദാസന്മാരെ ഉപദേശി എന്ന് വിളിക്കുമായിരുന്നു. In the olden times they were called Upadeshi. ആമേൻ. ഇപ്പോൾ ഒരു പാസ്റ്റർ എന്ന് വിളിക്കുന്നു. Now they are called pastor. അപ്പോൾ ഈ പ്രവചനവും The prophecy, തമ്മിൽ ദർശനത്തിന്റെ അകത്തുള്ള ഒരു കാര്യമാണ് പ്രവചനമെന്ന് ഞാൻ കരുതുന്നു. I believe that the vision is something that is inside the prophecy. കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം ഞാൻ പറയാം, ആകാത്തതുണ്ടെങ്കിൽ. Just to show the difference between a prophecy and a vision. പ്രവചനം ദൈവത്തിന്റെ വരമാണ്. Prophecy is a gift of God. അതുകൂടാതെ ചില വരങ്ങൾ ദൈവമക്കൾക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. Other than that, there are other gifts. അത് പരിശുദ്ധാത്മാവിനോട് ദൈവം തരുന്നതാണ്. That is the gifts of which the Holy Spirit gives. 1 കൊരിന്ത്യർ ലേഖനം 12-ാം വാക്യം. 1 Corinthians 12 and verse 8. ഒരുത്തൻ ആത്മാവിനാൽ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ വചനം കൊടുക്കുന്നു. To one is given the word of wisdom. മറ്റൊരുവന് ദൈവത്തിന്റെ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനം ദൈവം കൊടുക്കുന്നു. To another is given the word of knowledge. അപ്പോൾ word of wisdom അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ വചനം,
The word of knowledge. Amen. അത് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് it is revealed to the നമുക്ക് പ്രത്യേകമായ ഒരു സാഹചര്യത്തിലൂടെ ഇന്ന് നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, We are going through a situation. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന്, What we need to do in that situation. അതിനെപ്പറ്റി ദൈവം കൊടുക്കുന്ന ഒരു ജ്ഞാനമാണ് the word of wisdom. And what we need to do in that particular situation, the wisdom that God gives, that is called the word of ഇപ്പോൾ wisdom. നടക്കുന്ന കാര്യമാണ്. That is what is happening now. Amen. അത് ഭാവിയിലേക്ക് ഇപ്പോൾ നമ്മൾ ചില കാര്യം ഈ വിഷയത്തിന്റെ മേൽ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചില വഴികൾ തുറക്കുവാൻ, അല്ലെങ്കിൽ ചില വിഷയങ്ങളിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തോട് ചോദിക്കുക, കർത്താവേ give me the wisdom, എനിക്ക് വേണ്ടുന്ന ജ്ഞാനത്തെ ദൈവമേ പകരണമേ. If we are going through any problem and we ask God, God give us the wisdom for our situation, God will surely reveal it to you. അപ്പോൾ ദൈവം ആ ജ്ഞാനത്തെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്ക് നൽകും. So God will give us that wisdom through the Holy Spirit. അത് കൂടാതെ word of knowledge അല്ലെങ്കിൽ പരിജ്ഞാനത്തിന്റെ പകരം, Other than that, there is the word of knowledge. അത് നമുക്ക് മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തും. It is the secrets that will be revealed to us. ഇതാണ് നമുക്കറിയാം നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ ജീവിതത്തിന്റെ പേരുണ്ടായ പാപത്തെ ദൈവം വെളിപ്പെടുത്തിയത്. That is what happened when Nathan the prophet, he revealed to David his sin. അത് മാത്രമല്ല, യേശുക്രിസ്തു അവിടെ ഉണ്ടായിരുന്ന സമറിയക്കാരിയായ സ്ത്രീയുമായി സംസാരിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോൾ നിന്റെ കൂടെ വസിക്കുന്നവൻ നിന്റെ ഭർത്താവ് അല്ലെന്ന ഉള്ള ദൈവിക സത്യത്തെ യേശുക്രിസ്തു അവളോട് വെളിപ്പെടുത്തി. God revealed to the Samaritan woman that she has had 5 husbands and the one whom she is living with was not her husband. That was the word of knowledge. നമ്മുടെ ജീവിതത്തിന്റെ മേൽ മറഞ്ഞു കിടക്കുന്ന അനേക കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് the word of knowledge, പരിജ്ഞാനത്തിന്റെ ആ വരം. Word of knowledge is what reveals what is hidden in our life. എന്നാൽ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ മേൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ആ ദൈവിക ജ്ഞാനവും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന വിഷയങ്ങൾ, ഒരുപക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്ന മണ്ഡലങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള പരിജ്ഞാനവും ദൈവം നൽകുവാൻ ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. I believe whatever situation we are going through, God will give us the wisdom that we need. Amen. സ്തോത്രം. അപ്പോൾ ഈ ഹബക്കൂക്ക് പ്രവാചകൻ In the book of Habakkuk, ഹബക്കൂക്ക് പ്രവാചകൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത് അവിടെ എഴുതിയിട്ടില്ല. Habakkuk is asking God something, but it is not clearly revealed what he is asking. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ, If there is anyone who is praying like that, ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ. may God speak to you. ദൈവം എന്നോട് സംസാരിക്കട്ടെ. May God speak to me. ദൈവശബ്ദം കേട്ടാൽ മതി. We hear the voice of God. എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ മേൽ ഈ ദിവസങ്ങളിൽ ആ ദൈവശബ്ദത്തിന് മുമ്പ് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ഈ ദിവസങ്ങൾ തുറക്കേണ്ടുന്ന വഴികളിലൂടെ ദൈവം നമ്മളെ നടത്തും. ചില കാരണങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നവരുണ്ടെങ്കിൽ, ചില വിഷയങ്ങളുടെ മേൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നവരുണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് നമ്മൾ അടുത്തു വരുവാൻ തയ്യാറാകുക. ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കുവാൻ തയ്യാറാകുക. So if we submit to the voice of God, God will surely show us the way that we should take. ഇത് കേട്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ദൈവം എന്നോട് ഇടപെടുമെന്ന് ചോദിക്കുന്നവരുണ്ടായിരിക്കും. There might be many who are hearing me who might be asking, how can God speak to me? ആമേൻ. അപ്പോൾ ദൈവം നമ്മൾ ചിന്തിക്കുന്ന മുൾപടർപ്പിലൊന്നും ഇറങ്ങി വന്ന് നമ്മളോട് സംസാരിക്കണം. God might not come in a bush, burning bush and speak to us. പക്ഷെ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ട് God wants a personal encounter ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. God wants to have a personal encounter with each one of us. ആ ഒരു എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തിൽ, ആ ഒരു ദൈവവുമായിട്ടുള്ള ഒരു സാമീപ്യം, ദൈവമായിട്ടുള്ള ദൈവ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിൽ, ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. Only if we have that personal experience with the Lord, encounter with the Lord, can God speak to us. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കുവാനും ജീവിതങ്ങളുടെ മേൽ ഒരു ദൈവപ്രവൃത്തിക്ക് ഒരു മുഖാന്തരമാക്കി ദൈവം മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. I pray that this word will work in your lives. പ്രത്യേകിച്ച് നമ്മൾ ശമൂവേലിനെ പറ്റി സംസാരിക്കാനിടയായല്ലോ. We were talking about Samuel. ഈ ശമൂവേൽ വെറും ഒരു ബാലൻ മാത്രമായിരുന്നു. Samuel was just a small boy. ശമൂവേലിന്റെ അന്ന് വചനം ഏറെ ഇല്ലായിരുന്നു, ദർശനമില്ലായിരുന്നു. In those days the word of God was rare and revelation was not widespread. ഏലി എന്ന പ്രവാചകന്റെ മക്കൾ നീചന്മാരായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു.
And the children of Eli were wicked. അവിടെ ദർശനമില്ലാത്തത് ജനം മര്യാദയായിട്ട് നടക്കുകയായിരുന്നു. And where there was no revelation, the people were casting out പക്ഷേ his faith. ദൈവത്തിന് സംസാരിക്കുവാൻ ദൈവം, God wants to speak to his people. ദൈവത്തിന് തന്റെ ജനത്തോട് സംസാരിക്കുവാൻ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. നിങ്ങളോ നമ്മളോ ചിന്തിക്കുന്ന അപ്പുറത്ത് ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. But beyond what we think, God wants to speak to his people. അപ്പോൾ ശമൂവേൽ എന്നൊരു ബാലനെയാണ് ദൈവം കണ്ടെത്തിയത്. And God chose Samuel, a small boy, to speak to his അതിന്റെ people. പിന്നിലൊരു കാരണമുണ്ട്. ശമൂവേലിന്റെ അമ്മയായ ഹന്നായായിരുന്നു. There was a reason behind that. Hannah was the reason why God spoke to Samuel. ദർശനം പ്രാപിച്ച അമ്മമാരുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മക്കളിലൂടെ ദൈവത്തിന് വേണ്ടി ചില ശമൂവേൽ ബാലന്മാരെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ഈ ദിവസങ്ങളിൽ അതിനെ ദൈവം മാനിപ്പാൻ തക്കവണ്ണം ഇടയാകും. If our mothers have got vision from the Lord, God will surely use your children like Samuel. ആമേൻ. ശമൂവേലിനെ ദൈവത്തിന് വേണ്ടി നൈവേദ്യമായി അർപ്പിക്കുവാൻ തക്കവണ്ണം ഹന്നയുടെ ജീവിതത്തിനിടയായി. Hannah had dedicated Samuel to the Lord. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശമൂവേൽ ബാലൻ വളർന്നു വന്നത് ഏലിയുടെ മുമ്പാകെയായിരുന്നു. And that's Eli. ആമേൻ. ആ 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, ശമൂവേൽ ഏലി പ്രവാചകന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. The word of God says, now the boy Samuel ministered to the Lord before Eli. പക്ഷേ അവിടെ പറയുന്ന ഒരു വചനമാണ് എനിക്ക് പറയാനുള്ളത്. But I want to tell you the word. 7-ാം വാക്യത്തിൽ ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, In the 7th verse it says, ശമൂവേൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നു. Samuel stood before the Lord. രാവും പകലും ദൈവത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. He ministered before the Lord day and night. പക്ഷേ 7-ാം വാക്യത്തിൽ പറയുന്നു, ശമൂവേൽ ദൈവത്തെ യഹോവയെ അറിഞ്ഞിരുന്നില്ല. But it says in 7th verse, Samuel did not yet know the Lord. 7-ാം വാക്യത്തിൽ തന്നെ പറയുന്നു, യഹോവയുടെ വചനം ശമൂവേലിന് വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. Nor was the word of the Lord yet revealed to him. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളോട് സംസാരിക്കണമെങ്കിൽ ദൈവവുമായിട്ട് ഒരു അഭിമുഖം, ദൈവവുമായിട്ട് എൻകൗണ്ടർ, ദൈവവുമായിട്ട് ഒരു ആത്മീയ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിന് നമ്മളോട് ഇടപെടുവാൻ സാധിക്കുകയുള്ളൂ. So if God has to speak to us today, God has to have a personal encounter with us. Only then he can speak. ഇംഗ്ലീഷ് ഐസ് ബ്രേക്ക് എന്ന് പറയും. ഐസ് ബ്രേക്കിംഗ്. It's called ice breaking. അത് നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് ആദ്യമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റിഫായിരിക്കും. നമുക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വല്ലതും മറച്ചു വെച്ചാണ് സംസാരിക്കുന്നത്. So when we meet a person for the first time, we find it a struggle to speak to him. പക്ഷെ നമ്മൾ അദ്ദേഹമായിട്ട് നമ്മൾ എൻകൗണ്ടർ ചെയ്ത് നമ്മൾ കുറച്ച് നാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മൾ തമ്മിലുള്ള ഫ്രീഡം, നമ്മൾ തമ്മിലുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ പരസ്പര വിശ്വാസം വർദ്ധിക്കും. But as we come to know the person more, the ice breaks and we have more freedom to talk with him. അതെ, സ്തോത്രം. ആ യഹോവയ്ക്ക് അന്നുണ്ടായിരുന്ന ജനത്തോട് സംസാരിപ്പാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു ശമൂവേൽ. So God has chosen Samuel to speak to his people. അവിടെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. We see one thing in the word of God. ഞാൻ വിശ്വസിക്കുന്നത് ശമൂവേലിനോട് ദൈവം സംസാരിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ലായിരുന്നു. I believe the reason why God chose to speak through Samuel. അതിന്റെ 3-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നത്, ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുമ്പ് അവിടെ പോയി കിടന്നു. It says, before the Lamb of God went out in the tabernacle of the Lord where the ark of God was, and while Samuel was lying down. അപ്പോൾ ദൈവത്തിന് വേണ്ടി ഒരു തീക്ഷ്ണത ഈ ദിവസം ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ, if we have a zeal for God, നാളുകളായി ദൈവത്തോട് ചേർന്ന് നടക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ടെങ്കിൽ, for your denomination, പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ പെന്തക്കോസ്ത് ആണെന്ന് ചോദിക്കാറുണ്ട്. many ask, are you a Pentecost? അവ പറയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ, എനിക്കല്ല, പെന്തക്കോസ്ത് അല്ല, സഭയല്ല, പെന്തക്കോസ്ത് മതമല്ല, പെന്തക്കോസ്ത് അനുഭവമാണ്. But Pentecost is not a religion, it is an experience. അതുകൊണ്ട് പെന്തക്കോസ്തിന്റെ ഏതെങ്കിലും വിഭാഗത്തിൽ ജനിച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഏതെങ്കിലും മറ്റേത് പാരമ്പര്യ സഭയിൽ ജനിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം നമ്മളോട് ഇടപെടണമെങ്കിൽ ദൈവവുമായിട്ട് യഥാർത്ഥത്തിൽ ഒരു ദൈവിക അനുഭവം, ദൈവവുമായിട്ട് ഈ ദിവസങ്ങളിൽ മുഖാമുഖം എന്നതുപോലെ ഒരു ദൈവാനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ട് വരണം. So it doesn't matter whether you're born in a Pentecost family or not, you have to have a personal encounter and personal experience with the Lord. ഇന്ന് വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കള്, അല്ലെങ്കിൽ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരുണ്ടെങ്കിൽ അവർ വിചാരിക്കും നമ്മുടെ വരുന്ന തലമുറയൊക്കെ ഇതുപോലെ തന്നെ ആയിത്തീരുമെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം.
Those who are born again, they might think that their children also will become like them. പക്ഷേ ഈ ദിവസങ്ങളിൽ ദൈവം അവരോട് ഇടപെട്ടും ദൈവവുമായുള്ള അഭിമുഖമായ വ്യക്തമായ ഒരു അനുഭവത്തിലേക്ക് അവരുടെ ജീവിതം വന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് ഈ ദിവസങ്ങളിൽ നമ്മളെ മുന്നോട്ട് നടത്തുവാൻ സാധിക്കുകയുള്ളൂ. But only if they have to have a personal encounter with the Lord can God lead us forward. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. We should be willing to pray for that. വരും തലമുറകൾക്ക് വേണ്ടി ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. We should pray for our ചില generations. സമൂലന്മാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. God needs Samuels. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ, If there are any children, ആമേൻ, ഒരുപക്ഷെ നിങ്ങളെ ആയിരിക്കും ഈ സമയം ദൈവം നിങ്ങളെ വിളിക്കുന്നത്. you might think God is calling you. ഏലി കിടന്നുറങ്ങുന്നത് തൽസ്ഥാനത്ത് കിടന്നുറങ്ങി. അതിന്റെ രണ്ടാം വാക്യം പറയുന്നത് ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങിയപ്പോൾ ശമൂവേൽ കിടന്നുറങ്ങുന്നത് പെട്ടകത്തിന്, ദൈവത്തിന്റെ പെട്ടകത്തിന് മുമ്പിലാണ്. Eli was lying down in his place, but Samuel was lying down before the ark of God. അപ്പോൾ ദൈവത്തിന് വേണ്ടി തീക്ഷ്ണത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, If we have a zeal for God, ആമേൻ, ഈ ദിവസങ്ങൾ ദൈവം നമ്മളോട് സംസാരിക്കും. God will surely speak to us. പെട്ടകത്തിന് മുമ്പിൽ വന്ന് കിടക്കുവാൻ തയ്യാറാകുക. We should come and lie before the ark of God. ഇന്ന് ദൈവത്തിന്റെ പെട്ടകമാകുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ ഈ ദിവസങ്ങൾ വരുവാൻ തയ്യാറാകുക. If we are willing to come before the word of God, അവിടെ യഹോവ വന്ന് ശമൂവേലിനെ വിളിച്ചു. God came and spoke to Samuel, called Samuel, ആമേൻ. എന്നാൽ ശമൂവേലിന് മനസ്സിലായില്ല. but Samuel did not recognize the voice of God. ആമേൻ. ഏലിയുടെ കണ്ണുകൾ മുങ്ങി തുടങ്ങിയിരുന്നു. Eli's eyes had grown dim. 3 പ്രാവശ്യം വന്ന് ശമൂവേൽ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം ഇതാ സംസാരിക്കാൻ പോവുകയാണ്. 3 times Samuel came and asked Eli whether he called him, and Eli knew that God was calling him. ഈ ദിവസങ്ങളിൽ പുറമേയുള്ള കണ്ണ് മങ്ങിപ്പോയാലും പ്രായമായാലും അകത്തുള്ള ആത്മീയ ദർശനം പ്രാപിച്ച കണ്ണുകൾ മങ്ങിപ്പോകരുതേ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. Even if your outward eye becomes dim, I pray that your spiritual eyes on the inside will not grow dim. കഴിഞ്ഞ നാളുകളുണ്ടായിരുന്ന തീക്ഷ്ണത ഈ നാളുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ ദൈവം കഴിഞ്ഞ നാൾ എന്ന പോലെ നിങ്ങളോട് സംസാരിക്കുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. If your zeal for God has become less than before, if you come back to the Lord, God will surely speak to you like He spoke to you before. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ഹൃദയത്തിനകത്ത് ദൈവം എന്നോട് സംസാരിക്കുമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. Those who are hearing me, there are some who are praying, Lord, speak to me. നാളുകളായി അനുഭവിക്കുന്ന ചില കഷ്ടങ്ങൾ, വ്യഥകൾ, വേദനകളിലൂടെ കടന്നു പോകുന്ന ജീവിതമേ, Those who are going through problems for years together, ആമേൻ, ദൈവത്തിന് നമ്മളോട് സംസാരിപ്പാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. God wants to speak to you. ദൈവസന്നിധിയിലേക്ക് ഈ ദിവസങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക, ചോദിപ്പാൻ തയ്യാറാകുക. If you are willing to pray before the Lord, ആമേൻ. അപ്പോൾ ദൈവവുമായിട്ട് അഭിമുഖം ശമൂവേലിനോട് ദൈവം സംസാരിച്ചപ്പോൾ ശമൂവേൽ പറഞ്ഞു, അടിയനിതാ. so when God called Samuel, Samuel, ആമേൻ. അത് മാത്രം പറഞ്ഞാൽ മതി എന്ന് ഏലി പറഞ്ഞു. Eli told him, you just tell the Lord, speak, your servant listens. അപ്പോൾ ഇന്ന് ഒരൊറ്റ കാര്യം പ്രാർത്ഥിച്ചാൽ മതി. One thing only we need to pray. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ ഹൃദയത്തിൽ നിന്ന് പറയാൻ തയ്യാറാകും. Those who are hearing me, can you say from your heart? ആത്മാർത്ഥമാണെന്ന് പറയാൻ തയ്യാറാകും. Can you say with all sincerity, കർത്താവേ, ഞാൻ കടന്നു പോകുന്ന എന്റെ അവസ്ഥകളെ, Lord, what the situation that I am going through right ഈ now, പുറത്തുള്ള ലോകത്തിൽ ആർക്കും അറിയത്തില്ല. those outside don't know what I am going through. എന്റെ കൂടെ താമസിക്കുന്ന പലർക്കും അറിയത്തില്ല. Even those who are living with me, they don't know what I am going എന്റെ through. കൂടെ കിടന്നുറങ്ങുന്നവർക്ക് പോലും അറിയത്തില്ല. Even those who are sleeping with me don't know what I am going പക്ഷെ through. അറിയുന്ന ഒരു ദൈവം ഇതിനകത്തുണ്ട്. But there is a God who knows exactly what I am going ആ through. ദൈവത്തിന് ഈ ദിവസം സംസാരിപ്പാൻ പദ്ധതിയുണ്ട്. And that same God wants to speak to you. ശമൂവേലിനോട് സംസാരിച്ചു. ഏലി പറഞ്ഞു, ശമൂവേലേ, ദൈവം നിന്നോട് എന്ത് പറഞ്ഞാലും നീ ഒന്നും മറച്ചു വെക്കരുത്. And Eli told Samuel, whatever God tells you, do not hide it from me. ആമേൻ. അപ്പോൾ ദൈവം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ And when God started speaking, ഫസ്റ്റ് ബ്രേക്ക് ത്രൂ വന്നു. first breakthrough came. പിന്നെ ദൈവത്തിന് പറയാൻ സാധിക്കും. God continued to speak to Samuel. പിന്നെ ദൈവം ശമൂവേലുമായി അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. After that breakthrough came, God started speaking continuously through Samuel. ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങളിൽ അവിടെ വചനത്തിൽ പറയുന്നു, Word of God says, 1 ശമൂവേലിന്റെ പുസ്തകം അതിന്റെ 19-ാം വാക്യം പറഞ്ഞു. 1 Samuel chapter 19. 3:19 says, ആമേൻ, എന്നാൽ ശമൂവേൽ വളർന്നു, Samuel grew, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. and the Lord was with him. ഇനിമേൽ ഒറ്റ കാര്യം പറയുന്നത്, അവന്റെ വചനങ്ങളിൽ ഒന്നുപോലും താഴെ നിഷ്ഫലമാകുവാൻ ദൈവം ഇടവരുത്തിയില്ല. And let none of his words fall to the ground. ഇതാണ് ദൈവത്തിന്റെ പ്രവാചകൻ. That is the true prophet. വായിക്കണം, ദൈവം പറയുന്നത് ദൈവത്തിന്റെ വചനമായിരിക്കും.
What he speaks will be the word of God. അവരുടെ മനോനിരൂപണങ്ങളൊന്നും സംസാരിക്കുന്നില്ല. He won't speak according to their thoughts. ദൈവത്തിന്റെ ഹൃദയം അതുപോലെ തിരിച്ചറിയുന്നതാണ് ദൈവത്തിന്റെ പ്രവാചകൻ. A true prophet is one who knows the heart of God. ദൈവിക വെളിപ്പാടുകളിൽ പ്രാപിച്ചവനാണ് ദൈവത്തിന്റെ ദർശകൻ. A seer is one who has got the revelation from God. ആമേൻ. ദേശത്ത് ജീവിക്കുന്ന ദൈവതകോണം ചില ശമൂലന്മാരെ ദൈവത്തിന് ഈ കാലഘട്ടത്തിന് ആവശ്യമുണ്ട്. God wants certain Samuels in this time to know that there is a God living. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എത്രമാത്രം സമർപ്പിക്കാൻ തയ്യാറാകും? How many of you are willing to surrender yourselves to God? ഈ കാലഘട്ടങ്ങളിൽ ഒരു ദൈവിക പ്രവചന ദൂതമായി, ഒരു ദൈവിക വെളിച്ചവുമായി അയൽ കത്തുന്ന ഒരു ചെറിയ പ്രകാശമാക്കി അനേകർക്ക് ആശ്വാസം കൊടുക്കുവാൻ ഇതിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെ ദൈവത്തിന്റെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. In this dark world, God wants to use you as a lamp to shine your light in the darkness. ഹൃദയം ഒന്ന് തുറന്നാട്ട് രാത്രിയിൽ. Can you open your heart to God? ആമേൻ. അത് ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചത് ഒരു ശമൂവല്ല. Samuel has surrendered himself to God. ആമേൻ. ഹൃദയത്തെ താഴ്ത്തി സമർപ്പിക്കുന്നവരോട് മാത്രമേ ദൈവം സംസാരിക്കത്തുള്ളൂ. Only those who surrender their hearts to God will God speak through them. ആമേൻ. കുഞ്ഞുങ്ങളെ പോലെ ആർക്കും ദൈവരാജ്യത്തിൽ കടന്നു വരാൻ സാധിക്കത്തില്ല. Unless you become a little child, you cannot enter the kingdom of God. ഇന്ന് ഹൃദയത്തെ ഓപ്പൺ ചെയ്താൽ ഒന്ന് തുറന്നാട്ടെ. Can you open your heart to God? ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. The word of God says, ബാലനായ ശമൂവേൽ, the boy Samuel, ആമേൻ, ആ ബാലനായ ശമൂവേൽ പ്രവാചകനായ ശമൂവേലാക്കി ദൈവം മാറ്റി. that boy Samuel became the prophet Samuel. ആമേൻ. മാത്രമല്ല, Not only that, 20-ാം വാക്യം പറയുന്നു, in the 20th verse it ദാൻ says, മുതൽ ബർശബ വരെ and all Israel from Dan to Beersheba ശമൂവേൽ വിശ്വസ്ത പ്രവാചകനെന്ന് ദൈവം അറിയാനിടയാക്കി. knew that Samuel had been established as a prophet of the Lord. ആമേൻ. ശമൂവേൽ എവിടെയെങ്കിലും പോയാൽ, Wherever Samuel went, ആമേൻ, അവിടെ ദേശത്തുള്ള ജനം ഒന്ന് വിറയ്ക്കും. the people there started trembling കാരണം അദ്ദേഹം ദൈവത്തോട് സംസാരിക്കുന്ന വ്യക്തിയാണെന്ന് അറിയാം. because they knew that he spoke from God. ആമേൻ. ബെത്ലഹേമിൽ ശമൂവേൽ ചെന്നപ്പോൾ When Samuel went to Bethlehem, മൂപ്പന്മാർ അവന്റെ വരവെങ്കിൽ വിറച്ചുപോയി. the elders trembled at his coming, ആമേൻ. നിന്റെ വരവ് ശുഭമാണോ എന്ന് ചോദിച്ചു. and they asked, "Do you come peaceably?" കാരണം എന്താണെന്ന് വെച്ചാൽ സ്തോത്രം പറയാതെ ഒരു സ്ഥലത്ത് ഒരു പ്രവാചകൻ ചെന്നാൽ എന്തോ ദൈവത്തിന് സംസാരിക്കാനുണ്ട്. Because they knew that when Samuel came, God was going to speak to ഈ them. കാലഘട്ടങ്ങൾ സംഭവിക്കുന്നതിന് പിന്നിൽ ദൈവത്തിന് എന്തൊക്കെയോ ജനത്തോട് സംസാരിക്കാനുണ്ട്. Whatever is happening now in these times, God wants to speak to his people. ഈ ദിവസങ്ങൾ നിങ്ങൾ നമ്മൾ ഓരോരുത്തരും കടന്നുകൊണ്ടിരിക്കുന്ന ആമേൻ സാഹചര്യങ്ങളും അവസ്ഥകളിലും എന്തൊക്കെയോ ദൈവത്തിന് സംസാരിക്കാനുണ്ട്. So whatever situation we are going through right now, God wants to speak to his people. ഒരുപക്ഷേ നിങ്ങളോട് ആയിരിക്കാം ദൈവം ചില ജീവിതങ്ങളോട് ഇടപെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. Maybe God wants to speak to other people through you. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഒരു ചിലരെ വഴിതെറ്റിപ്പോയ ചിലരെ ഈ ദിവസങ്ങൾ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടിരുവാൻ. So those who have wandered away from God, God wants to use you to bring them back to God. ആമേൻ. ചില വഴിതെറ്റിപ്പോയ ചില നഷ്ടപ്പെട്ട അനുഭവത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ, If anyone has been in an experience that they have lost their connection with God, ആമേൻ, ചിലതൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, if you think that you have lost certain things in life, ഈ ദിവസങ്ങൾ നഷ്ടപ്പെടുന്നതിനെ ഓർത്ത് ദുഃഖിക്കേണ്ട കേട്ടോ ദൈവവേദന. don't cry over your losses. ആമേൻ. മടക്കി തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. He can restore what has been lost. ആമേൻ. അങ്ങനെ ഒരു വ്യക്തി ജീവിതമായിരുന്നു ശൗല്. Saul was a person like that. ആമേൻ. അദ്ദേഹം ഈ തന്റെ അപ്പന്റെ കഴുതകൾ നഷ്ടപ്പെട്ടു. He had lost his father's donkeys. ആമേൻ. ആ കഴുതയെ നഷ്ടപ്പെട്ട ശൗല്, Saul who lost his father's donkeys, ഈ കഴുതയെ അന്വേഷിച്ച് പോയ ശൗല്, Saul went in search of his father's donkeys. ഇതിനെ തപ്പി നടന്നപ്പോൾ ഇദ്ദേഹം ചെന്ന് കണ്ടുമുട്ടുവാൻ തക്കവണ്ണം ഇടയായ വ്യക്തിയാണ് ശമൂവേൽ. And while he went in search of the donkeys, he came to come across Samuel. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട്. And there is one question he's asking him. ഈ ദേശത്ത് നല്ലൊരു പ്രവാചകനുണ്ടോ? Is there a seer in this land? എനിക്ക് നഷ്ടപ്പെട്ടതിനെ കാണിച്ചു തരുവാൻ കഴിയുന്ന ഒരു വ്യക്തി ഉണ്ടോ ഈ ദേശത്ത്? Is there a seer in this land who can show me where I have lost what I had? ദൈവത്തിന്റെ ഹൃദയം അറിയുന്ന ഒരുവനുണ്ടോ ഈ ദേശത്ത്? Person here who knows the heart of God. അപ്പോൾ അതിന്റെ 1 ശമൂവേൽ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, 1 Samuel 9th chapter and 6th verse says, അവിടെ ബാല്യക്കാരൻ പറയുകയാണ്, ആ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്. they sing, now there is in the city a man of God. ആമേൻ. ദൈവം നമ്മളോട് ഇടപെടാൻ തുടങ്ങിയാൽ, When God starts speaking to us, ആമേൻ, ചിലരൊക്കെ ഈ ദിവസങ്ങളിൽ ചിലരെയൊക്കെ ജീവിതങ്ങളെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ കാര്യങ്ങളിൽ ഉപയോഗിക്കുവാൻ ദൈവത്തിന് സാധിക്കും.
God can use us to change other people's lives. അപ്പൊ നല്ലൊരു സാക്ഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ശമൂവേൽ. Samuel had a good testimony in that land. അവിടെ പറഞ്ഞു അദ്ദേഹം ഒരു മാന്യപുരുഷനാണ്. They said he's an honorable man. അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. And all that he says should surely come to pass. നമുക്ക് അവിടെ പോകാം. And he said we should go there. നാം പോകുവാനുള്ള വഴി He will show us the way that we should go. അവൻ പറഞ്ഞു തരും. He will show us the way that we should go. അങ്ങനെയാണെങ്കിൽ കഴുതയെ അന്വേഷിച്ച് പോയ ശൗല്, Saul went in search of his donkeys. അങ്ങനെ പോയ ശൗല്, That same Saul, അവിടെ ദൈവം സത്യത്തിൽ യഥാർത്ഥത്തിൽ ശൗലിനെ ഒന്ന് അഭിഷേകം ചെയ്യാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിച്ചത്. the real reason why Saul was led there is because he wanted to anoint him. ശൗലിനെ ഒരു പ്രവാചകനാക്കി മാറ്റുവാൻ വേണ്ടിയായിരുന്നു. It was to make him a prophet, ദൈവത്തിന്റെ ഒരു രാജാവാക്കി ദൈവത്തിന് വേണ്ടി രാജാവായി തീരുവാൻ to വേണ്ടിയാണ്. become a king. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ ചില കഷ്ടനഷ്ടങ്ങൾ വന്നിട്ട് ഈ പലപ്പോഴും ദൈവത്തെ തേടി ഇറങ്ങി വരുന്നവരുണ്ട്. Well, we might have certain problems or losses in our life, and that is a time when people seek God. ആ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നത് ദൈവവുമായിട്ട് അനുഭവത്തിന് വേണ്ടിയാണ്. The reason why that loss came is that so that you might have an encounter with God. ദൈവം ശമൂവേലിനോട് ദൈവം സംസാരിച്ചു. God spoke to Saul through Samuel. ആ ശൗലിനോട് ദൈവം സംസാരിച്ചപ്പോൾ When God spoke to Saul, ശൗല് അവിടെ ചെന്ന് ഈ പ്രവാചകനുമായിട്ടൊരു അഭിമുഖം ഉണ്ടായി. he had an encounter with God. ചില കാര്യങ്ങൾ ശൗലിനോട് പറഞ്ഞു. Samuel told certain things to Saul. അവിടെ റാഹേലിന്റെ കല്ലറക്കരികിൽ വെച്ച് Near the tomb of Rachel's tomb, രണ്ടാളെ കാണുമെന്ന് പ്രവചിച്ചു. he prophesied that he would see two people. അവിടെ ചെല്ലുമ്പോൾ നിന്റെ കഴുത നിനക്ക് മടക്കി കിട്ടും. He said, when you reach there, you will find your donkeys. ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളും ഇങ്ങനെയാണ്. This is what is happening in this world. അല്ലെങ്കിൽ ചിലതിനൊക്കെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന നല്ലതിന് വേണ്ടി കേട്ടോ. If we lose certain things in our life, it is for some good purpose. അതിലും ഉന്നതമായ ചിലത് സ്വർഗ്ഗത്തിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. God has prepared certain good things for us. അപ്പോൾ അവിടെ ആ ശമൂവേൽ പറഞ്ഞ പോലെ തന്നെ അവിടെ സംഭവിച്ചു. Exactly as Samuel told it happened. അപ്പോൾ ഈ ശമൂവേലുമായിട്ട് കണ്ടുമുട്ടുന്ന ശൗല്, Samuel who came to encounter Saul, ഈ ശമൂവേലിന്റെ മേലുള്ള ദൈവിക അഭിഷേകമുണ്ട്. Samuel had an anointing upon his life. ദൈവം പറഞ്ഞു ഇസ്രായേൽ ഒരു രാജാവായി ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. God had told Samuel, I have seen a king in Israel. അത് ശൗലിന് ദൈവം ആദ്യം തിരഞ്ഞെടുക്കുന്നത്. It was Saul God first chose. അവിടെ ശമൂവേലുമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു എൻകൗണ്ടർ ദൈവിക അനുഭവത്തിലേക്ക് ആദ്യമായി കടന്നു വന്നപ്പോൾ, When he came to an encounter with Saul, അതിനുശേഷം ശമൂവേലുമായി കണ്ടുമുട്ടിയതിനു ശേഷം മടങ്ങി പോകുമ്പോൾ, after he met Saul, he was going back. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. The word of God says, ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. it is said God changed his heart. അപ്പോൾ ദൈവസന്നിധിയിൽ ദൈവം ചിലതിനെ നഷ്ടപ്പെടുത്തിയിട്ട് ദൈവം നമ്മളെ ആ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ കാരണം നമ്മുടെ ഹൃദയത്തെ മാറ്റുവാൻ വേണ്ടിയാണ്. The reason why certain losses come into our life is because God wants to change us. ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാൻ വേണ്ടിയാണ്. It is because he wants to speak to us. ഒരു നിമിഷം കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. Can we thank God? ഇന്ന് നഷ്ടങ്ങളുടെ മധ്യേ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ട്? If anyone is in the midst of any loss, ജോലി നഷ്ടപ്പെട്ടവരായിരിക്കും. you might have a job, ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ you നഷ്ടപ്പെട്ടവരായിരിക്കും. might have lost all your finances. ഒരു നിമിഷം ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. Can we thank God for everything? ദൈവത്തിന് നിങ്ങൾ നമ്മളോട് സംസാരിക്കാൻ പദ്ധതി. God wants to speak to us. ഇന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്നാട്ടെ. Can we draw closer to the presence of the Lord? ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. It is said that God changed him into another man. ഇനി യേശുക്രിസ്തുവിലാകുന്ന ഒരു വ്യക്തി, A person who is in Christ അവൻ പുതിയ സൃഷ്ടിയാണ്. is a new creation. നമ്മളൊരു പുതിയ സൃഷ്ടിയാക്കുവാൻ യേശു വന്നത്. Jesus came so that we might be a new creation. ഒരു ആത്മീയ അനുഭവത്തിലേക്ക് ഈ ദിവസങ്ങൾ കഥാവാരിക്ക് വിളിക്കുന്നു. God is calling certain people into a spiritual experience. ദൈവത്തിന് ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവിക പദ്ധതികൾ വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants to reveal his godly plans upon our life. നമ്മുടെ വഴികളെ വിട്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം. Let us leave our way and come to the way of God. ചില വഴികളൊക്കെ തെറ്റിപ്പോകുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. The reason why many things are going wrong is because അപ്പോൾ ചിലതിനെ നഷ്ടപ്പെട്ടതിനെ തിരക്കി പോയവനെ ദൈവം പിടിച്ചു.
So the person who had lost certain things, God took hold of him, അവന് വേറൊരു ഹൃദയം ദൈവം കൊടുത്തു. and God gave him another heart. അത് മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ശൗലിന്റെ മേൽ ഇറങ്ങി. Not only that, God's Holy Spirit came mightily upon അത് him. മാത്രമല്ല, ശൗൽ പ്രവചിക്കാൻ തുടങ്ങി. Not only that, he started prophesying. ആമേൻ. അതുകൊണ്ട് തന്നെ And for that reason, ആമേൻ, അവരുടെ ഇടയിൽ പ്രവചിക്കുന്ന ഒരു വ്യക്തിയാക്കി ദൈവം മാറ്റി. and God made him a prophet. അപ്പൊ ശൗലിനെ പോലെ ഒന്നും പ്രവചിച്ചില്ലെങ്കിലും പ്രവചിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. I'm not saying that you should prophesy like Saul. ഞാൻ ചുരുക്കി പറയുന്നത് എത്ര ഉള്ളൂ ഈ കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില പക്ഷേ നഷ്ടപ്പെട്ടു പോകുന്ന ചില അനുഭവങ്ങൾ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിന് മേൽ മുന്നോട്ടുള്ള ചില പദ്ധതികൾക്ക് ദൈവികമായ ചില പദ്ധതികൾ ഉള്ളത് കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ചില നഷ്ടങ്ങൾ വരാമെന്നാണ് ഞാൻ പറഞ്ഞത്. What I'm trying to say is that you might face certain losses in your life because God has a purpose for your life. Amen. അത് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തെ മാറ്റുവാനും ദൈവസന്നിധിയിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം നമ്മളെ ഒരു വ്യക്തിയാക്കി മാറ്റുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ചില തകർച്ചകൾ ദൈവം കൊണ്ടുവരാം. God wants to change our hearts, and He wants to change us to the person that He wants us to be. ഒരു ശമൂവേലിനെ പോലെ ഈ ദിവസങ്ങൾ സമർപ്പിക്കാൻ നമുക്കൊന്ന് തയ്യാറാകാം. Are you willing to surrender like Samuel? ആമേൻ. അപ്പോൾ ഒരു ദൈവിക വെളിപാട് പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. God wants us to achieve a new revelation. പാരമ്പര്യമായി ഒരു ക്രിസ്തീയ സഭയിൽ ജനിച്ചു വളർന്നു എന്ന് പറയുവാനല്ല, ഈ ദിവസങ്ങളിൽ ദൈവികമായ എന്തൊക്കെയോ പദ്ധതികൾ ഈ ദൈവം വിളിച്ചിരിക്കുന്ന ദൈവമക്കളുടെ ദൈവത്തിനുണ്ട്. It is not to follow certain Christian traditions, but God wants to have a new experience with each one of us. ആമേൻ. ദൈവത്തിന് നമ്മളുമായിട്ട് ഈ ദിവസം ഇടപഴകുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. God wants to encounter us. God wants to speak to us more closely. ഇന്ന് ആഗ്രഹിക്കുന്ന ഒന്ന് പ്രാർത്ഥിച്ചാണ് രാത്രി. If anyone wants that, can you pray? കർത്താവേ, യഥാർത്ഥത്തിൽ ഞാൻ ദൈവാനുഭവത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, Lord, if I've gone away from you, കഴിഞ്ഞ നാൾ എനിക്ക് ദൈവാനുഭവമുള്ള വ്യക്തിയായിരുന്നു. before I had an experience with you, എന്നാൽ ഞാൻ പലപ്പോഴും അതിൽ നിന്ന് മാറിപ്പോയി. but I've gone away from all that. കർത്താവേ, ഞാൻ മടങ്ങി വരികയാണ്. I want to return to you. എന്നോട് സംസാരിക്കണം. Lord, speak to me. അതല്ല, ഈ ദിവസങ്ങളിൽ ദൈവം എന്നോട് കർത്താവേ, എനിക്ക് ദൈവ അനുഭവമില്ല. If you're a person who has not had an experience with God, നാളുകളായി ഞാൻ ഈ വിശ്വാസത്തിൽ തന്നെയാണ്. I am in this faith for a long time, യഥാർത്ഥത്തിലുള്ള ദൈവ അനുഭവത്തിലേക്ക് എനിക്ക് കടന്നുവരുവാൻ but I have not had a real spiritual experience with God. ഈ ദിവസങ്ങളിൽ എന്നോട് എനിക്ക് ദൈവത്തിന്റെ ശബ്ദം, എന്റെ ഉടയവന്റെ ശബ്ദം എനിക്ക് കേൾക്കണം. I want to hear the voice of my master. ആമേൻ. ആ ദൈവിക വെളിപ്പാട് എന്റെ ജീവിതത്തിൽ I പ്രാപിക്കണം. want to receive the revelation from God. എന്റെ മുൻപോട്ടുള്ള പദ്ധതികളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തണം. I want to reveal your plans for my life. ആമേൻ. ഞാൻ എന്ത് പഠിക്കണം, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ജോലി ചെയ്യണം, എന്റെ കുടുംബത്തിന്റെ വിഷയത്തിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഈ ദിവസങ്ങൾ ഞരങ്ങുന്ന ദൈവവൈദ്യരെ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ മുഴങ്കാലം മുടക്കുവാൻ തയ്യാറാകുവാണെങ്കിൽ, ഈ ദിവസങ്ങൾ ആ പെട്ടകത്തിന് മുമ്പിൽ വീണ് കിടക്കുവാൻ തയ്യാറാണെങ്കിൽ, ഈ ദിവസങ്ങൾ എന്റെ ആത്മാവിൽ നിറയുവാൻ തയ്യാറാണെങ്കിൽ ദൈവം ചിലത് ഇടപെടുന്ന നാളുകളാണ്. If you're praying about what course to study, what job to take, whatever you're praying about, if you fall before that ark of God, God will surely speak to you. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ആ വെളിപ്പാട് ഈ ദിവസങ്ങൾ പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants us to receive revelation from Him. യേശയ്യാ പ്രവാചകൻ വെറുതെ ആലയത്തിലേക്ക് ഒന്ന് പോയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe Isaiah went into the temple of the Lord. യേശയ്യാ പ്രവാചകൻ പ്രവാചകൻ തന്നെയാണ്. Isaiah was a prophet. 6-ാം അധ്യായം വരെ പ്രവാചകൻ അല്ലെന്ന് പറയുന്നില്ല. അദ്ദേഹം യേശയ്യാ പ്രവാചകൻ പുസ്തകം 6-ാം അധ്യായം വരെ യേശയ്യാ പ്രവാചകൻ തന്നെയായിരുന്നു. Isaiah was a prophet till the chapter 6. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് എടുത്ത് കരങ്ങൾ ഉപയോഗിക്കുവാൻ, but God wanted to use him in the way that He wanted. ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ മറ്റു വ്യക്തികളോട് ദൈവിക പ്രവചന ദൂതുകൾ അറിയിക്കുവാൻ, He wanted to use Isaiah to speak to people in the way that He wanted. അതിനൊരു പുതിയ അനുഭവത്തിലേക്ക് ദൈവം അദ്ദേഹത്തെ വിളിച്ചു. For that, God was calling him to a personal experience with God. ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ഞാൻ കർത്താവിനെ കണ്ടു. That is why in Isaiah 6, Isaiah sees God sitting on a high and lifted up, throne lifted up. ആമേൻ. ശക്തമായ ഒരു ദൈവ സാന്നിധ്യം കണ്ടു. ദൈവിക ഒരു പുത്തൻ അനുഭവത്തിലേക്ക് ദൈവം യേശയ്യാവിനെ കരം പിടിച്ച് കയറ്റുകയാണ്. God is bringing him to a new experience with him. ഈ ദിവസങ്ങളിൽ നമ്മൾ ആ ദൈവിക ആരാധന എന്താണെന്ന് തിരിച്ചറിയുവാൻ ദൈവമഴയാക്കി. Let us be able to know what is true worship. ദർശനത്തിൽ അദ്ദേഹം കണ്ട ഒരു കാര്യമാണ്. It is one thing that he saw in a vision. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം നമുക്കൊന്ന് വായിക്കാം. We read Isaiah 6. അതിന്റെ 1-ാം വാക്യം വായിച്ചാൽ First verse. വായിച്ചു.
In the year that King Uzziah died, I saw the Lord sitting on a throne, high and lifted up, and the train of his robe filled the temple. And it stood seraphim, above it stood seraphim, each one had 6 wings. With 2 he covered his face, with 2 he covered his feet, and with 2 he flew. And one cried to another and said, Holy, holy, holy is the Lord of hosts. The whole earth is full of his glory. അപ്പോൾ അവിടെ നിൽക്കുന്ന പ്രവാചകൻ ആലയത്തിലേക്ക് കടന്നു പോകുന്ന ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ, In the year that King Uzziah died, കർത്താവിൻ ഒരു ദർശനം അദ്ദേഹം കണ്ടു. Isaiah is seeing a vision. അന്ന് വരെ കാണാത്തൊരു ദൈവികാരാധന. He is seeing a worship he has never seen before. അങ്ങനെയാണ് പാരമ്പര്യ ആരാധനകളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇതിനകം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, If anyone is just only familiar with traditional worship, ദൈവിക ആരാധനയിലേക്ക് ദൈവം നിങ്ങളെ മാടി വിളിക്കുകയാണ്. God is calling you to heavenly worship. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഈ വരാൻ പോകുന്ന കൂടിവരവുകൾ ദൈവ ആലയങ്ങൾക്കുള്ളിൽ ശക്തമേറിയ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ജഡികമായ ആരാധനകളല്ല, ഈ ദിവസങ്ങൾ ദൈവത്തിനെ യഥാർത്ഥത്തിലുള്ള സത്യ ആരാധന ഈ വരുന്ന നാളുകൾ ദൈവം വെളിപ്പെടുത്തരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. I believe that when we come together for our worship again, there will be a strong worship. Before in days past, if it was only a worship in the flesh, we are going to worship strongly in the spirit. അതിനകത്ത് കേവലം ഒരു ജഡികമായ ആരാധന ആയിരിക്കില്ല, അതിനകത്ത് ദൈവിക വിശുദ്ധീകരണങ്ങളുടെ ആരാധന, ദൈവിക ദൈവ സാന്നിധ്യം യഥാർത്ഥമായി ഇറങ്ങി വരുന്ന ആരാധനകൾ ഈ ദിവസങ്ങൾ ദൈവ സഭകളിൽ വെളിപ്പെടുവാൻ ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. I pray that there will be real true worship of God, where the presence of God will be clearly manifest, and we will worship God in holiness and in purity, in spirit and truth. ദർശനം കാണുന്ന ചില ദൈവം എഴുന്നേൽപ്പിക്കും. God will make people see visions. അവിടെ രണ്ട് കെരൂബുകൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദർശനം അദ്ദേഹം കണ്ടു. He sees the cherubim worshiping God. ആമേൻ. അവർ ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആക്കുന്ന ശബ്ദം. And they are crying out, Holy, holy, holy is the Lord of hosts. ദൈവിക വിശുദ്ധി, ദൈവിക പരിശുദ്ധി എന്താണെന്ന് തിരിച്ചറിയുന്ന ആരാധന. It is a worship where we truly see the holiness of God. കേവലം വെറും താളമേളങ്ങളുള്ള ആരാധനയല്ല. It is not only a worship with sounds. ആമേൻ. ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ആരാധനയല്ല. It is not just to please our flesh. ആത്മാവിന്റെ ആരാധന വെളിപ്പെടുകയാണ്. The real true spiritual worship is being revealed. ദൈവത്തിന്റെ പരിശുദ്ധിയോടെ വെളിപ്പെടുകയാണ്. God's holiness is being revealed. അവന്റെ പരിശുദ്ധിയെ കണ്ട യേശയ്യാവ്, Isaiah, who saw the holiness of God, ഒരിക്കൽ കൂടി മാനസാന്തരപ്പെടാൻ തയ്യാറായി. and he is willing to repent. ഈ ദിവസം കേട്ടിരിക്കുന്ന ദൈവദാസന്മാരോ അല്ലെങ്കിൽ കഥാവിൽ പ്രവർത്തിക്കുന്നവരോ ഉണ്ടെങ്കിൽ, If there are any men of God or people who are working for God, ഒരു പുതിയ തലത്തിലേക്ക്, ഒരു പുതിയ ദർശനത്തിലേക്ക് ഈ ദിവസങ്ങൾ ദൈവം കരം പിടിച്ച് ഉയർത്തട്ടെ. God is leading you to a new level of worship. അവിടെ അദ്ദേഹം യേശയ്യാവ് പറഞ്ഞു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള മനുഷ്യനാണ്. Isaiah is saying, a man of unclean lips. ഒന്നും ആർക്കും കാണാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. In the areas where people cannot see, God can sanctify us on the inside. സമർപ്പിച്ചപ്പോൾ, when he surrendered, ആമേൻ, അവിടെ ദൈവത്തിന്റെ സരാഹ് മറന്നു വന്നു. and the seraph flew to him. ആമേൻ. അവന്റെ വായെ അവിടെ പറയുന്നു, ഒരു കുടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് അവന്റെ വായെ തൊട്ടു. He took a live coal which he had taken from the altar and it touched his mouth. അവൻ നിന്റെ അതിരത്തിൽ തൊട്ടിരിക്കുകയാണ്. And he said, this has touched your lips. നീ അനേകർ അറിയാത്ത ചില പാപങ്ങളെ ദൈവം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുകയാണ്. And God is taking away many sins which people are not aware of. ആ പ്രവചന ദൂത ദൈവത്തിന്റെ കരങ്ങൾക്കുള്ളിൽ പ്രയോജനപ്പെടുവാൻ ഇടയാകാതെ നിൽക്കുന്ന ചില പാപത്തിന്റെ മണ്ഡലങ്ങളുടെ മേൽ ദൈവം ഈ ദിവസങ്ങളിൽ വെളിപ്പാടിനെ നൽകി അതിനെ ദൈവം ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മ തീയെ അയച്ച് ദൈവത്തിന്റെ വചനമാകുന്ന തീയെ അയച്ച് ശുദ്ധീകരിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരു പുത്തൻ ഒരു തലമുറ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. Many sins which are not revealed to people outside, which only God can see, God will surely purge us of those hidden sins and use us for the glory of God. ഒരു ദൈവാനുഭവത്തിലേക്ക് ഒരു യേശയ്യാവിനെ ദൈവം കരപിടിക്കുകയാണ്. God is leading Isaiah to a holy spiritual experience. ഇത് ആക്സിഡന്റ് അല്ല, ഇത് ദൈവ പദ്ധതിയാണ്. This was not accidental, it was a plan of God. നമ്മൾ അറിയാത്ത നരയ്ക്കാത്ത നാഴികൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിന് വേണ്ടി വെളിപ്പെടുത്തും. At the unexpected times, God's work will be revealed in our lives. കാണുന്നതിനപ്പുറത്ത് ദൈവം നമ്മളോട് സംസാരിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. God has a plan to speak to us beyond what we think. കഴിഞ്ഞ നാളുകൾ നിങ്ങൾ നടന്ന വഴികൾ അല്ലെങ്കിൽ കഷ്ടതകളുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും ദൈവം തന്നിട്ടുണ്ടെങ്കിലും ഈ ദിവസങ്ങളിൽ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കത്തില്ല.
In the days past, if we had eaten the bread of affliction and the water of adversity, our teacher will not be hidden from us. ഒരു ശബ്ദം യെശയ്യാവ് കേട്ടു. Isaiah heard a voice. ആമേൻ. ആരെ ഞാൻ അയക്കേണ്ടു? Who shall I send? നമുക്ക് വേണ്ടി പോകും. Who will go for us? അത് എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം. That same voice of God. ആമേൻ. അപ്പോൾ ദൈവം ഒരിക്കലും യെശയ്യാവിന്റെ അടുക്കൽ ചോദിച്ചതല്ല, ദൈവം ആരോടൊക്കെയോ ചോദിക്കുകയാണ്. God is speaking to certain people. അല്ലേ, ദൈവം പറയാണ് ഞാൻ ആരെ അയക്കേണ്ടു? God is asking, whom shall I ഇത് send? കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇതിനകത്ത് ഒരു ദൈവിക താല്പര്യം ഉള്ളിൽ ദൈവം തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് ഹേമിപ്പിക്കുന്നുണ്ടെങ്കിൽ, If anyone is heeding to that voice from God, whom shall I send? എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ചിലരോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. God wants to speak to certain people. ചിലരെ എഴുന്നേൽപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants to raise up people. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സമർപ്പിക്കാൻ തയ്യാറാണ്. When you're hearing this word, can you surrender yourself? ആരെ അയക്കേണ്ടു? Whom shall I send? ആർ നമുക്ക് വേണ്ടി പോകും? And who will go for us? നമുക്ക് വേണ്ടി Who will go for us? എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. That is what God is saying. കർത്താവിന്റെ ശബ്ദം കേട്ടു. We heard his voice. ആരും നിർബന്ധിച്ചില്ല. Nobody compelled him. യെശയ്യാവ് മുന്നോട്ട് ചെന്നു. Isaiah went forward. ഹല്ലേലൂയ. യെശയ്യാവ് പറഞ്ഞു, Isaiah is saying, അടിയനില്ല, here am I, send me. അടിയനെ അയക്കണമേ. Send me. എത്ര പ്രായമായ വ്യക്തിയായിരിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. You might, no matter how old you are, ദൈവത്തിന് നിങ്ങളെ പറ്റി ഒരു പദ്ധതിയുണ്ട്. God has a purpose for your life. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ പദ്ധതിയുണ്ട്. God has a purpose for your life. God wants to speak to you. ഇന്ന് അനവധി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. I have many things to say, പക്ഷേ ഞാൻ ഇത് ചുരുക്കുകയാണെന്ന്. but I am just concluding. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹേമിക്കുന്നുവെങ്കിൽ, If the Holy Spirit prompts you, ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. we will continue with this later. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എങ്ങനെ, ഏത് തലങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തും. God will surely reveal to us what we need to do. നമ്മുടെ മുമ്പോട്ടുള്ള ചില പദ്ധതികൾ, Our plans forward. ദൈവത്തിന് നിങ്ങളെ പറ്റിയുള്ള ഉദ്ദേശങ്ങൾ, His plan for your life. ഈ ദിവസങ്ങളിൽ ആ കർത്താവിന്റെ അടുക്കൽ സംബന്ധിച്ച് I'm making myself known. അവിടെ പറയുന്നത് എന്റെ ആവലാതി, എന്റെ കംപ്ലൈന്റ് സംബന്ധിച്ച് ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്റെ പ്രശ്നത്തിന്റെ മേൽ ഞാൻ എന്ത് ചെയ്യണമെന്ന്, എന്നോട് എന്ത് ദൈവം അരുളി ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ആലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, If anyone is praying for a counsel from God, അദ്ദേഹം എടുക്കുന്ന തീരുമാനമാണ്, he is deciding one thing. ഞാൻ ദൃഷ്ടി വെക്കും, I will write it. ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കും, I will look at the face of God. മറ്റൊന്നിലേക്ക് ഞാൻ നോക്കത്തില്ല, I will not look at anything else. ലോകത്തിലേക്ക് ഞാൻ നോക്കത്തില്ല, I will not look at the world. പാപത്തിലേക്ക് ഞാൻ I will നോക്കത്തില്ല, not look at sin. ദൈവഹിതമില്ലാത്തതിലേക്ക് ഞാൻ നോക്കത്തില്ല, I will not look at anything which is not in the will of ദൈവത്തിന്റെ God. മുഖത്തേക്ക് ഞാൻ നോക്കാൻ I will look at the face of God. അത് പറഞ്ഞപ്പോൾ When he spoke that, മറ്റെല്ലാ ചിന്തകളും നിന്ന് വിട്ടാട്ടെ, let us just forget everything else. അരിമാവിന്റെ മുഖത്തേക്ക് നോക്കിയാട്ടെ. Let us look at the face of the Lord. ശമൂവേലിനെ ഉപയോഗിച്ച ദൈവം, God who used Jeremiah. 80 വയസ്സായ മോശയെ ഉപയോഗിച്ച ദൈവം, God who used Moses who was 80 years old. ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് പരിവർത്തിക്കുന്ന ദൈവശക്തി ഇന്ന് ഈ സമയം ഇവിടെ He's not asking what is the prophet going to say. സൊസൈറ്റി എന്ന് പറയുമല്ലോ, What is the society going to say? ദൈവം എന്നോട് എന്ത് പറയുന്നു? What is God going to What say? is the plan of God upon my life? Amen. What is the decision I should take? Hallelujah. കഴിഞ്ഞ നാളുകൾ ഞാൻ നടക്കണം. To surrender today. പരിശുദ്ധാത്മാവ് ചിലരുടെ ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കും. Holy Spirit will surely work in people's lives. യഥാർത്ഥത്തിൽ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, If this is really coming from your heart, ദൈവത്തിന്റെ ഒരു തീക്ഷ്ണതയാണെങ്കിൽ, if you have a zeal for God, മതി കർത്താവേ, ഈ ദിവസങ്ങളിൽ എനിക്ക് കേട്ട ഉപേക്ഷിച്ച ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാൻ സഹായിക്കണമേ. help me to do the will of God and to receive my promise. എന്നോടൊന്ന് സംസാരിക്കണമേ. Lord, speak to me, Lord. പറയുന്നവരുണ്ടെങ്കിൽ If there is anyone saying, നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. can we give ourselves to the Lord? ശമൂവേൽ പറഞ്ഞതുപോലെ, Just like a Samuel told അടിയനിതാ him. അടിയനിതാ അടിയനോട് സംസാരിക്കണം.